നമുക്ക് ഇവിടുന്ന് ഷൊർണൂർ പാലക്കാട് റോഡിൽ നിന്നും 800 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു വീടിന്റെ ദൃശ്യമാണ്. ഫുൾ വെട്ടുകല്ല് തീർത്താണ്. നമുക്ക് 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 BHK വീടാണ് ഇത് കാണുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ പണി നടക്കുന്ന മുതലുള്ള വീഡിയോസ് ഉണ്ട്. നല്ല നല്ല ടാറ്റയുടെ കമ്പിയൊക്കെ നല്ല രീതിയിൽ അടുത്ത് വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. മാക്സിമം നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്കാണ് അവർ ചെയ്തേക്കുന്നത്. നമുക്ക് ഒന്നാം നിലയുടെ വാർപ്പ് നമ്മൾ കണ്ട്, അത് രണ്ടാമത്തെ നിലയും വാർത്ത് ഉള്ള രീതിയിലുള്ളതാണ്. ഇപ്പൊ എല്ലാം ഫിനിഷിംഗ് പോയിന്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇനി വരുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം പണികൾ മാത്രമേ വരുന്നുള്ളൂ. ഇന്റർലോക്ക് നോക്കിയിട്ട് വാങ്ങുന്നവർക്ക് താല്പര്യമുള്ള രീതിയിൽ ഇടാവുന്ന രീതിയിലാണ്. ഇതാണ് ഫുൾ ഇതായിട്ടുള്ള രീതിയിൽ വരുന്ന വർക്കിന്റെ ഇത്. റോഡ് കണ്ട ഈ റോഡാണ് വരുന്നത്, കോൺക്രീറ്റ് റോഡാണ്. നമുക്ക് ഇതിൽ നിന്ന് ഹൈവേ മെയിൻ ബൈപ്പാസിലേക്ക് കയറാനൊക്കെ അടുത്താണ്. ഒരു 10-300 മീറ്റർ മാത്രമേ ഉള്ളൂ ബൈപ്പാസ് റോഡിലേക്ക് കയറാൻ. ഇവിടുന്ന് നമുക്ക് ഷൊർണൂർ അടുത്താണ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ വരുന്ന സ്ഥലമാണ്. അടുത്തൊക്കെ നല്ല നല്ല വീടുകളുണ്ട്. നമുക്കിവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-5.5 സെന്റ് സ്ഥലം ഉണ്ട്. അത് കൂടാതെ 1500 വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വരുന്നത്. സ്ലൈഡിംഗ് ഡോറാണ്. നമുക്കിപ്പോൾ 2-3 വണ്ടികൾ നിർത്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈലൈറ്റ് പോയത് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്കാണ്. നമുക്ക് 2 ബെഡ്റൂം തന്നെ താഴത്തെ നിലയിൽ വരുന്നുണ്ട്. അത് കൂടാതെ നല്ല ഒരു കിണറാണ്, ഓപ്പൺ കിണർ ഒക്കെ വരുന്നത്. സൂപ്പർ ഓപ്പൺ കളറാണ്, നല്ല രീതിയിൽ വെള്ളമുള്ളതാണ്. നമുക്ക് കാണാം. ഇതാണ് നമുക്ക് വെള്ളം. നമുക്കിപ്പോ നല്ല തെളി നീരായിട്ടുള്ള വെള്ളമാണ്. ഇപ്പൊ കോമ്പൗണ്ട് ഒക്കെ നമുക്ക് 4 ചുറ്റിനും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ട് തന്നെ. അർഗോളയാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് അറേഞ്ച്മെന്റ് അവർ ചെയ്തിട്ടുണ്ട്. കൊണ്ട് നമുക്ക് വെട്ടുകല്ലിലാണ് തീർത്തേക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു വർക്കാണ്, നല്ല അടിപൊളി വർക്കാണ്, ഒരു കൺസ്ട്രക്ഷനാണ് അവർ ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്കൊരു ഒരു കോംപ്രമൈസ് പോലും ഇല്ലാത്ത രീതിയിലാണ് നല്ല രീതിയിലുള്ള എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ വില നോക്കിയാലും നമുക്ക് ഒരു വലിയ രീതിയിലുള്ള വിലയൊന്നും അവർ പറയുന്നില്ല. ഇവിടെ 5-5.5 സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ സ്ഥലത്തിനും അത്യാവശ്യം വിലയുള്ള ഒരു ഏരിയ തന്നെയാണ്. പുറകിൽ ഹൈവേ ഇത്ര അടുത്തെന്ന് പറയുമ്പോൾ ബൈപ്പാസ് റോഡും മെയിൻ ഹൈവേ എല്ലാം കിടക്കുന്ന സ്ഥലമാണ്. മെയിൻ ഹൈവേയിൽ 800 മീറ്റർ ആണെങ്കിൽ നമുക്കിപ്പം ബൈപ്പാസിലേക്ക് 300 മീറ്റർ മാറി കഴിഞ്ഞാൽ ബൈപ്പാസ് റോഡ് എത്തുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ടാറ്റയുടെയാണ് ഫുള്ള് ഇത് യൂസ് ചെയ്തേക്കുന്നത്. മറ്റേ സ്ട്രക്ചർ വർക്ക് കാര്യങ്ങൾ, മറ്റേ ഇതിൻ്റെ കട്ട്ല ജനൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് ഇതാണ് കാതിലുള്ള നല്ലൊരു തേക്കിൻ്റെയാണ്. അതേമാതിരി TV യൂണിറ്റിൻ്റെ നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള സ്പേസൊക്കെ അവർ ഇത് ആക്കി കൊടുത്തിട്ടുണ്ട്. കട്ട്ല മാത്രമാണ് ഇതിൻ്റെ ടാറ്റയുടെ ഇത് കൊടുത്തേക്കുന്നത്. അതും തേക്കിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്യുന്നവർക്ക് നമുക്കത് ഇനി വേണമെങ്കിൽ അതിൻ്റെ ഡിസൈനിങ്ങും നമുക്ക് ചെയ്യാം. പിന്നെ ഇത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇത് കൊടുത്തിട്ടുണ്ട്, ഫ്ലവർ വേസോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന നമുക്ക്. അതേമാതിരി ഫർഗോളയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലൊരു വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ളൊരു ഇതാണ് നമുക്ക് ഹാളിലേക്കും അതുമാതിരി ഇതിലേക്ക് ഡൈനിങ് ഹാളിലേക്കൊക്കെ കിട്ടുന്ന രീതിയിലുള്ളതാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു മാസ്റ്റർ ബെഡ്റൂമും അല്ലാതെ ഒരു ബെഡ്റൂമും, മുകളിലൊരു ബെഡ്റൂം, ബാൽക്കണി, പിന്നെ അതേമാതിരി ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു എന്താ പറഞ്ഞാൽ ഒരു മരക്കൊട്ട അങ്ങനെയുള്ള രീതിയിലുള്ളൊരു വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതേമാതിരി നമുക്ക് ഈ പോർഷനിൽ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ളൊരു രീതിയിലുള്ളൊരു സ്പേസ് ഉണ്ട്. ഒരു അടപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണാണ്. പിന്നെ ഇപ്പോൾ എടുക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഡിസൈനിങ്ങുകളും പിന്നെ അതേമാതിരി ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കളറുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ആർഭാടമാവും.
ഇപ്പോൾ ഇത് ഫ്രണ്ട് ഡോറിൻ്റെ ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നേരെയുള്ളൊരു വ്യൂ ആണ് അടുക്കള പോർഷൻ. പിന്നെ നമുക്കിവിടെ ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമാണ് കാണാനുള്ളത്. നമുക്കിപ്പോൾ ഹാള് കണ്ട് നമ്മൾ പിന്നെ ഡൈനിങ് ഹാള് കണ്ട് കിച്ചൻ്റെ പോർഷനിലേക്ക് നമ്മളിവിടെ പോയിട്ടില്ല. ഫസ്റ്റ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമാണ്. എന്ന് വെച്ചാൽ മാസ്റ്റർ ബെഡ്റൂമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല വൈറ്റ് പെയിൻറ്റ് അടിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് ആദ്യം വൈറ്റ് സിമെൻറ്റ് അടിച്ച് അതിൽ നമുക്ക് എമൻഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പുട്ടിയിട്ടിട്ട് എമൻഷൻ കൊടുത്തിട്ടുള്ള ഇതാണ് ചെയ്തേക്കുന്നവർ. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് നല്ലൊരു അലമാരയാണ്. അവിടെ ഏറ്റവും സീലിംഗ് വരെയുള്ള രീതിയിൽ നല്ലൊരു അലമാരയാണ്. മാക്സിമം സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മാസ്റ്റർ ബെഡ്റൂമിൽ. നമുക്ക് കച്ചട സാധനങ്ങളൊന്നും പുറത്തേക്ക് ഇടണ്ട, എല്ലാം നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് അടപ്പിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക വീടുകളിലും കിടന്ന് ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് ചാരുപടി ഒക്കെ മാതിരി ഇരിക്കാൻ കിടക്കാം, അങ്ങനെയുള്ള രീതിയിലുള്ളതാണ്. ഒരു സിംഗിൾ പിന്നെ ഇത് ജനൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു സിംഗിൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ അതെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമുക്ക് ഈ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിലെ ഇതാണ്. ഇതിൻ്റെ സൊമാലിയുടെയാണ് ഫുൾ ടൈൽസ് എന്ന് പറഞ്ഞാൽ സൊമാലിയുടെ ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. ജാഗൂറിൻ്റെ ഇതാണ് ഫിറ്റിങ്സാണ് ഫുള്ള്. ഷവർ കാര്യങ്ങളിലേക്കൊക്കെ യൂസ് ചെയ്തേക്കുന്നത് എല്ലാം നല്ല കോസ്റ്റ്ലി പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഇതാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. വർക്കിലൊന്നും ഒരു കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല, എല്ലാം നല്ല രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. നമുക്ക് താഴെ 2 ബെഡ്റൂമും കിച്ചൺ, ഡൈനിങ് ഹാള്, പിന്നെ നമ്മുടെ ലിവിങ് ഏരിയ, അതേമാതിരി നമുക്ക് സീറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്സ്റ്റേറിൽ അതേമാതിരി ഒരു ബെഡ്റൂം, പിന്നെ വരുന്നത് ഒരു ബാൽക്കണി. നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലും അതേമാതിരി നല്ല അലമാരകൾ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം അതേ രീതിയിലുള്ളതാണ്. നമുക്കിവിടെ സെറയുടെ പിന്നെ 1 സെറ്റ് ക്ലോസറ്റൊക്കെയാണ് ഫിറ്റ് ചെയ്തത്. സൊമാനിയുടെ ഇത് ജാഗോറിൻ്റെ തന്നെയാണ് അത് കൊടുത്തേക്കുന്നത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നവർ. അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂം തന്നെയാണ്. ഇനി നമ്മൾ കിച്ചൺ പോർഷനിലേക്കാണ് പോകുന്നത്. കിച്ചൻ്റെ പോർഷനാണ് വർക്കുകൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഗ്രോസറി ഐറ്റംസൊക്കെ വെക്കാനുള്ളതും മിക്സി വെക്കാനുള്ള പോർഷനും. സെക്കൻഡ് കിച്ചനാണ്. കൊട്ടത്തളം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. അത് കൂടാതെ ഇവിടെ നമുക്ക് പുകയില്ലാത്തൊരു ആലുവ അടുപ്പ്, പാത്രം കഴുകുന്നൊരു പോർഷനാണ് കൊട്ടത്തളം. ഇതേമാതിരി ഇവിടെ ഗ്രില്ലിട്ടിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടുന്ന് കിണർ കാണാം. നമ്മൾ കണ്ടതാണ്, അടുത്ത് തന്നെയാണ്. അടുക്കള കിണർ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. പുകയില്ലാത്ത അടുപ്പാണ്. ഇതാ കിണറാണ് വീണ്ടും നമ്മൾ കാണുന്നത്. എല്ലാം വാസ്തുപ്രകാരമായിട്ടാണ് എല്ലാ സ്ഥാനങ്ങളും ചെയ്തേക്കുന്നത്. വർക്ക് ഏരിയയൊക്കെ സെക്കൻഡ് കിച്ചണാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുക്കള അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പണിതേക്കുന്നത്. എല്ലാം വാസ്തുപ്രകാരമാണ് ചെയ്തു വെച്ചേക്കുന്നത്. മുകളിൽ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അപ്സ്റ്റെയറിലേക്കുള്ള ഇത് ഒരു റൂമുണ്ട്, കാണാൻ പോവാം. മുകളിൽ നിന്നിട്ടുള്ളൊരു ഫർഗോളയുടെ ഒരു ഇതാണ്. സ്റ്റീൽ പൈപ്പുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഈ പോർഷനിലും ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഒരു യഥേഷ്ടം നല്ല പിന്നെ വെളിച്ചത്തിനുള്ളൊരു ഫെസിലിറ്റീസാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് റൂം, മുകളിലത്തെ ഫസ്റ്റ് റൂം. അതായത് നമ്മൾ ഇതിലത്തെ 3 BHKയുടെ ഏറ്റവും അവസാനത്തെ റൂം.
ഇതിൽ അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഡ്രസ്സിങ് റൂം മാതിരിയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഇതിൽ കാണാം സ്പേസ്, അതിനുള്ള 2 സൈഡിലും ജനലുകളൊക്കെ ഉണ്ട്. ഈ പോർഷൻ വന്നിട്ട് നമുക്ക് കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം മാതിരിയായി. ടൈൽസൊക്കെ ഓരോ പിന്നെ ഇതിലും ഓരോ ഡിസൈനിങ്ങിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. എക്സോസ്റ്റ് ഫാനിൻ്റെ പോർഷനൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ബാൽക്കണിയാണ്. നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ലൊരു ഇതായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ മിന്നി കത്തുണ്ട്. നമ്മളിപ്പോൾ അതിൽ ഈ വീഡിയോയിൽ പിന്നിരുന്നതാണ്, അല്ലാതെ പവർ വേരിയേഷൻ അല്ല. അപ്പോൾ ഇതിപ്പോൾ ഓണർ ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 ലക്ഷമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് തരാമെന്നാണ് പറയുന്ന ആൾ. അപ്പോൾ ബന്ധപ്പെടുക. നമുക്ക് ഒരു ഓണർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം നെഗോഷ്യബിൾ ചെയ്തിട്ട് നമുക്കത് ചെയ്തു തരാം. ഈ കുറച്ച് വർക്കുകൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് തരാമെന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർ ചെയ്തു തരുന്നതിനനുസരിച്ചിട്ടുള്ള മാക്സിമം റേറ്റാണ് ഈ പറഞ്ഞ 50. പിന്നെ നെഗോഷ്യബിളാക്കി തരും. പിന്നെ അപ്പം നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം ആരോമൽ ജെ സൈനിങ് ഓഫ്.